മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ആക്ടേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതിലെ ഒരു വിഭാഗം ആൾക്കാർ അവർക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എന്താണോ അതിൻ്റെ ഡെപ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ വ്യക്തമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ആവാഹിച്ച് അതിനെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ മുഴുവൻ മനസ്സിലാക്കി അതിൻ്റെ ഡെപ്ത് ഒരു തരത്തിലും കുറഞ്ഞു പോകാതെ ആ ക്യാരക്ടേഴ്സിനെ അവരുടേതായ സ്റ്റൈലിൽ പ്ലേസ് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്യുന്ന കുറച്ച് വിഭാഗം ആൾക്കാർ. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു നടനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മലയാള സിനിമയുടെ സ്വന്തം കുട്ടേട്ടൻ, നമ്മുടെ വിജയരാഘവൻ സാർ. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമൻസ് ആയിട്ടും DM ആയിട്ടൊക്കെ ഒരുപാട് പേര് അയച്ചു തന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ആക്ടേഴ്സ്, അതായത് വേഴ്സറ്റൈലായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആക്ടേഴ്സിനെ പറ്റി അവർ മെയിൻ സ്ട്രീമിൽ ഉള്ളപ്പോൾ സംസാരിക്കുക, അല്ലാതെ അവർ ആ സ്പെക്ട്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അവരെ പറ്റിയുള്ള കാര്യങ്ങളും അവർ ചെയ്ത അച്ചീവ്മെൻറ്റുകളൊക്കെ നമ്മളിങ്ങനെ വാദോരത്തെ സംസാരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അത് ആലോചിച്ചപ്പം ശരിയാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ അറിയപ്പെടാതെ പോയ നടന്മാർ ഒരുപാടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. പക്ഷേ വിജയരാഘവനെ ആ ഗണത്തിൽ പെടുത്താൻ പറ്റുമോ എന്നെനിക്കറിയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ്, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ കണ്ടൻറ് ഇപ്പം ചെയ്യാൻ കാര്യം, കിഷ്കിന്ധാകാന്ഡം ഇപ്പോൾ OTTയിൽ റിലീസായതിനു ശേഷം വിജയരാഘവൻ ഇസ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി എന്നുള്ള തരത്തിലുള്ള ഒരുപാട് മീംസും ഇതുപോലുള്ള പേജുകളിലെ കണ്ടന്റുകളൊക്കെ ഞാൻ കണ്ടു. അപ്പുപിള്ളയാണ് അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും മികച്ച കഥാപാത്രം, അതായത് ഈ വന്ന ക്യാരക്ടേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് കഥാപാത്രം അപ്പുപിള്ളയാണെന്നുള്ള തരത്തിലുള്ള മീംസും ഇറങ്ങിയിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിജയരാഘവൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അപ്പുപിള്ളയല്ല. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള മികച്ച ക്യാരക്ടേഴ്സിൽ ഒന്ന് മാത്രമാണ് അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രം. ഈ മീംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ചേറാടിക്കറിയാം, ഫാദർ ക്ലമന്റ് കാളിയാർ, ലീലയിലെ പിള്ളേച്ചൻ, കരിമ്പാറയ്ക്കൽ പ്രഭാകരൻ, ഗോപികൃഷ്ണൻ, പോട്ടെ നമ്മുടെ ഐപ്പാട്ടെങ്കിലും അറിയാമോ? ലിസ്റ്റ് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് നീണ്ടുപോകും. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. NN പിള്ള എന്ന മഹാപ്രതിഭയുടെ മകനാണെന്നുള്ള ലേബൽ ഉണ്ടായിരുന്നിട്ട് കൂടി സ്വന്തമായിട്ടുള്ള ആക്ടിങ് പ്രൊഫസ് കൊണ്ട് തനതായ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളൊരു നടനാണ് വിജയരാഘവൻ. ഒരുപാട് കാലമൊന്നും പുറകോട്ട് പോകണ്ട. ഈ 2022 റിലീസായ പൂക്കാലം എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഇട്ടൂപ്പ് തരുന്നൊരു ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ മതി. ഏത് ലെവലിലാണ് അദ്ദേഹം പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഏതുമായിക്കോട്ടെ അതിൻ്റെ ഡെപ്ത് ഒരു തരത്തിലും കുറഞ്ഞു പോകാതെ അതിനെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ വിജയരാഘവൻ എന്ന നടൻ്റെ കഴിവ് അപാരമാണ്. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു കിഷ്കിന്ധാകാന്ഡം. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് സീനിലുള്ള വിജയരാഘവൻ ആസിഫ് അലി കോംബോ, ആ സീനിലെ ഇമോഷണൽ ഡെപ്ത് എന്ന് പറയുന്നത് വേറെ തന്നെയായിരുന്നു. രണ്ടുപേരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പക്ഷേ അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയരാഘവൻ എന്ന് പറയുന്ന നടൻ ആ ക്യാരക്ടറിനെ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലിൽ പോർട്രേ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ വിജയരാഘവൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ.